ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ചാടിയൊക്കെ കഴിഞ്ഞ് ചോറിനുള്ള അരിയൊക്കെ കഴുകുകയാണ് കേട്ടോ. ഇന്ന് നല്ലൊരു വെട്ടവും വെളിച്ചവും വെയിലൊക്കെ ഉള്ള ഒരു ദിവസമാണ്. പക്ഷെ എന്നാലും ഞാൻ ഇന്നും ഗ്യാസുമ്മ തന്നെയാണ് കേട്ടോ ചോറ് തീമിടുന്നത്. ഗ്യാസുമ്മ ചോറ് തീമിടുമ്പോഴേ വല്ലാത്തൊരു ബേജാറാണ്, ഗ്യാസ് പെട്ടെന്ന് കഴിയുമല്ലോ എന്നുള്ളത്. പിന്നെ നമുക്ക് അടുപ്പിന് വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലേനും, പിന്നെ പുറത്ത് അടുപ്പൊക്കെ കത്തിക്കണമെങ്കിൽ മഴക്കൊരു ഒഴിവില്ലല്ലോ. അപ്പൊ അതൊക്കെ കൊണ്ട് ഗ്യാസുമ്മ തന്നെയാണ് കേട്ടോ തീമടല്. അപ്പൊ ഇന്ന് നല്ല വെയിലൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും അടുപ്പ് കത്തിക്കണ സ്ഥലമൊക്കെ നനഞ്ഞാണ് കിടക്കുന്നത്. അപ്പൊ ഞാനൊന്ന് ഊതി ഊതി പുകച്ചെടുക്കേണ്ടി വരും. അതിലേറെ നല്ലത് ഗ്യാസുമ്മ തന്നെ ആകാന്ന് വിചാരിച്ച് വലിയൊരു കലം വെച്ചാലേ പിന്നെ ഒരു ഏണി വെച്ച് കയറണം ഗ്യാസുമൊക്കെ അങ്ങതിൻ്റെ ഉള്ളിൽ കണ്ണ് കാണണമെങ്കിൽ കേട്ടോ. അങ്ങനെ ഞാൻ ചോറൊക്കെ തീമിട്ട് അപ്പോഴാണ് അയലപ്പുറത്തെ താത്ത കുറച്ച് മാങ്ങയിട്ട് വന്നത് കേട്ടോ. നാടൻ മാങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട്, നമ്മുടെ ചെറിയ മാങ്ങല്ലേ, മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ മാങ്ങ. ആ മാങ്ങ കണ്ടപ്പോൾ എനിക്കൊരു തോന്നല്, ഇന്നാപ്പം എന്താന്ന് ഇന്നൊരു മാമ്പഴ പുളിശ്ശേരി അങ്ങോട്ട് പാസ്സാക്കിയാലോ എന്നൊരു തോന്നല്. എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. അപ്പം എന്നാൽ ഇന്നിപ്പോൾ ഒരു മാമ്പഴ പുളിശ്ശേരി അങ്ങോട്ട് ഉണ്ടാക്കാം. ഞാനിതുവരെ ഈ സാധനം കഴിച്ചിട്ടുമില്ല, ഉണ്ടാക്കിയിട്ടുമില്ല. ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ആശ്രയം യൂട്യൂബ് തന്നെ കേട്ടോ, നമ്മളെ വരുമാന മാർഗമല്ലേ. അപ്പോൾ പിന്നെ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഞാൻ ഇതേപോലെ ഓരോന്ന് വെറൈറ്റി ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കൽ കേട്ടോ. ചിലത് റെഡിയാകും, ചിലത് റെഡിയാവില്ല. ഏതായാലും നമുക്കിന്ന് മാമ്പഴ പുളിശ്ശേരി അങ്ങോട്ട് ഉണ്ടാക്കി വെക്കാം. അപ്പം ഞാൻ അതിൻ്റെ മാങ്ങേൻ്റെ തൊലിയൊക്കെ വലിച്ച് പറിച്ചെടുക്കണ തിരക്കിലാണ് കേട്ടോ. ഒരു 6 എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതന്നെ ഇതുവരെ ഉണ്ടാക്കാത്ത റെസിപ്പി ആയതുകൊണ്ട് ആരൊക്കെ തിന്നും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുമില്ല കേട്ടോ. ഏതായാലും ഞങ്ങൾക്ക് പുളിശ്ശേരി ഉണ്ടാക്കി തുടങ്ങാം. ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെയാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മാങ്ങ ഒന്ന് ഞെരടി എടുക്കേണ്ടിനി കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞെരടി എടുക്കാതെയും ഉണ്ടാക്കണത് കണ്ടു. അപ്പോൾ മുളകും മഞ്ഞൾപ്പൊടിയും ഇതിന് കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ ഞാനൊന്ന് കൈവച്ചിട്ടൊന്ന് ഞെരടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് പച്ചമുളകും ചേർത്ത്, പിന്നെ വേകാൻ ആവശ്യത്തിന് വെള്ളവും ഒരിത്തിരി ചെറിയ പൊട്ട് ശർക്കരയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഇനി അടുപ്പത്ത് അങ്ങോട്ട് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം കേട്ടോ. അടുപ്പത്തല്ല, അതും ഗ്യാസുമ്മ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഗ്യാസ് ഇനിയിപ്പോൾ എത്ര മാസം നിൽക്കുമോ എന്തോ, 1 മാസം നിന്ന് കിട്ടിയാൽ ഭാഗ്യം, അത്രയേ ഉണ്ടാകുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതിലേക്ക് തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ. തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകം ഇട്ടിട്ട് അങ്ങനെ മിക്സിയിൽ അങ്ങോട്ട് കറക്കി എടുത്തു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മാമ്പഴം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഈ വെന്ത് വന്ന മാമ്പഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ച ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഒരു ഷോർട്ട് വീഡിയോയും കൂടി ഉണ്ടായിന്, അത് ആ ഷോർട്ട് വീഡിയോ കൂടെ പോയി കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ കുറച്ച് തന്നെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ തൈര് ഞാൻ ഉടച്ച് ഇങ്ങോട്ട് ഒഴിക്കാൻ മറന്നു കേട്ടോ. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു വെള്ള കളറിൽ കാണുന്നത്. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് കടുകറുത്ത് എടുക്കുക മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ വീഡിയോ കാണുന്നവർക്ക് പലരും ഇതിലും നന്നായിട്ട് വെക്കണമല്ലോ ഈ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കടുകും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടൊന്ന് വറവ് കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. സംഗതി നല്ല പുളിയുള്ള മാങ്ങേനി കേട്ടോ. പിന്നെ ഒരു ഇത്തിരി മധുരം ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. പക്ഷെ ഇവിടെ മക്കൾക്കൊന്നും വലിയ ഇഷ്ടമായില്ല. ഞാനും നീയക്കുട്ടിയും മാത്രമാണ് കേട്ടോ കഴിച്ചത്. എനിക്ക് നല്ല ഇഷ്ടമായിനി കേട്ടോ. അതിപ്പോൾ എന്താന്ന് വെച്ചാൽ ഒരു ഇത്തിരി മധുരത്തിലുള്ള കറിയൊന്നും കഴിച്ച് നമുക്കൊന്നും ശീലമല്ലല്ലോ. നമ്മളൊക്കെ വെറും മുളക് കറി മാത്രം കഴിച്ച് ശീലിച്ചതുകൊണ്ടായിരിക്കും ആർക്കും അതങ്ങോട്ട് വലിയ പിടിച്ചാഞ്ഞ് കേട്ടോ. പിന്നെ എനിക്ക് എന്താന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയതല്ലേ, ഇത്തിരി മധുരത്തിലൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് വീട്ടിലൊക്കെ. അന്നൊരു ഞായറാഴ്ച ദിവസം ഇനി കേട്ടോ. ഞായറാഴ്ച ദിവസം സാധാരണ ബീഫോ ചിക്കനോ എന്തെങ്കിലുമൊക്കെ കിട്ടലുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അതുമില്ല, മീനും ഇല്ല. ഇന്നാണ് ഈ കുഞ്ഞുട്ടിക്ക് പണിയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ബീഫും കാര്യങ്ങളൊന്നും കിട്ടാത്തത്. അപ്പം എന്നാൽ ഇനിയിപ്പോൾ എന്തായാലും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഉരുളക്കിഴങ്ങും ഉള്ളിയും ഒക്കെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഇനിയിപ്പോൾ ഒരു ഉപ്പേരിയും കൂടി അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച്
അപ്പം നമ്മൾ ഉള്ളിയും കിഴങ്ങൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെച്ചിക്കണം കേട്ടോ. പുറത്ത് നല്ല വെയിലാണ് കേട്ടോ. ഇന്ന് അടിപൊളി വെയിലാണ്. ഇതുവരെ ഉണങ്ങാത്ത ഡ്രസ്സുകളൊക്കെ ഇങ്ങോട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇന്നും ഇന്നലെയൊക്കെ അത് തന്നെയാണ് കേട്ടോ അവസ്ഥ. അപ്പം നമ്മുടെ കിഴങ്ങക്ക് ഞാൻ പൊടികളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പൊക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിനിയത്. പിന്നെ ഞാൻ ഈ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിന്. അത് ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. വെയിലൊരു രക്ഷയില്ലാത്ത പെർഫോമൻസ് കഴിച്ച് വെച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. നമ്മളെ വെളിച്ചെണ്ണ കുപ്പികളും ഉപ്പും പാത്രമൊക്കെ അതങ്ങനെ തിളങ്ങാണ് കേട്ടോ. വെയിൽ നന്നായിട്ട് വന്നിട്ട് അല്ലെങ്കിലും വെളിച്ചത്തിൽ നമ്മളെ ക്യാമറ ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ഏത് ഫോണിലാണ് ഷൂട്ട് ചെയ്യലെന്ന് ചോദിക്കലുണ്ട്. ഞാൻ ഓപ്പോ F21 കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്യണത്. ഞാനൊരു 3 വർഷമായി കാണും ആ ഫോൺ വാങ്ങിച്ചിട്ട്. വെയിലത്തൊക്കെ നല്ല വെളിച്ചത്തിലൊക്കെ ഷൂട്ട് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ. വീഡിയോസിനാണ് നല്ല ക്ലാരിറ്റി ഇല്ല കേട്ടോ. ഞാൻ അത് നോക്കിയെടുത്തതേനി കേട്ടോ അന്ന്. പിന്നെ ഇത് കുറച്ച് പേരക്കാണ് കേട്ടോ, നല്ല പഴുത്ത പേരക്ക. മൂത്തച്ഛൻ്റെ വീട്ടിൽ പോയപ്പോൾ കിട്ടിയതാണ്. കാണാനൊക്കെ നല്ല ചുരുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, മഴയൊക്കെ പെയ്ത് വെള്ളം ഇറങ്ങി ആകെ ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു മധുരവും ഇല്ല. അങ്ങനെ ഉച്ച കഴിഞ്ഞപ്പോഴാണ് നമ്മളെ ജനലിന് അളവ് കൊടുത്തിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ. ഇപ്പം ജനലൊക്കെ ഇത് അവിടെ റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഇവിടുത്തെ മക്കളെ പേടിച്ചിട്ടാണ് ആള് ജനലിന് 2 ജനലിന് ഇങ്ങനെ കെട്ടൊക്കെ ഇട്ട് വെച്ചത് കേട്ടോ. അഥവാ മക്കളായിട്ട് പോയിട്ട് വലിച്ചാൽ ആ ജനലിൻ്റെ കാര്യം ഉദാഹവ. ബാക്കി 3 അവിടെ വെച്ചിരിക്കണം കേട്ടോ. അതുകൊണ്ട് സിനിമോനെ നോക്കൽ എനിക്കൊരു ജോലി തന്നെയാണ്. അപ്പം ജനൽ ഒക്കെ കൊണ്ടുവന്ന് വെച്ച് നാളെ വരാമെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇത് മറ്റേ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ ജനലുകളാണ് കേട്ടോ. നമ്മൾ എല്ലായിടത്തും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ബുക്ക് പൊതിയാൻ വേണ്ടിയിരുന്നു കേട്ടോ. ഇന്നലെ ഇടയ്ക്കര പോയിട്ട് നോട്ട്ബുക്കുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർക്ക് ടെക്സ്റ്റ് ബുക്കൊക്കെ സ്കൂൾ തുറന്നതിൻ്റെ ശേഷമൊക്കെ കിട്ടുള്ളൂ കേട്ടോ. നോട്ട്ബുക്കുകളൊക്കെ ടീച്ചർമാരൊക്കെ ഇങ്ങനെ വാട്സപ്പിലൊക്കെ ഇങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു ഇത്ര നോട്ട്ബുക്ക് വേണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇന്നലെ പടക്കര പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായപ്പോൾ നോട്ട്ബുക്കുകളും പിന്നെ പൊതിയാനുള്ള പേപ്പറും ഒക്കെ പൊതിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്നാൽ പിന്നെ ഇന്ന് ഇതങ്ങോട്ട് പൊതിഞ്ഞേക്കാന്ന് വിചാരിച്ചു. പിന്നെ ടെക്സ്റ്റൊക്കെ കിട്ടിയിട്ട് ഒന്നായിട്ട് പൊതിയാൻ വേണ്ടി നിൽക്കണ്ടല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ മരം കയറണമാതിരി കയറിപ്പോയത് നിങ്ങൾ കണ്ടോ. അതിൻ്റെ മുകളിൽ എന്തോ സാധനം വെച്ചത് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അത് പോലെ കുറേ എന്താ ബുക്കുകളും കാര്യങ്ങളൊക്കെ അന്ന് ആവശ്യമില്ലല്ലോ വിചാരിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് താഴത്തേക്ക് വെക്കാന്ന് വിചാരിച്ചിട്ട് ഹൗസ് വാമിങ്ങിൻ്റെ അന്നൊന്നും ആരും കാണണ്ട വിചാരിച്ചിട്ട് കുറേ അട്ടത്തേക്കാണ് കയറ്റിയത് കഴിഞ്ഞിട്ട് ഞാൻ. അപ്പോൾ ഇപ്പോൾ ആവശ്യമായപ്പോൾ ഓരോന്ന് നിലത്തേക്ക് ഇറക്കാൻ പോകുകയാണ് കേട്ടോ. ഈ പൊതിയെ നല്ല രീതിയിൽ കൊണ്ടിറക്കണം കേട്ടോ. ഒന്നും കുഴപ്പമുണ്ടാവില്ല. അല്ലെങ്കിൽ ഈ പൊതി വലിയ ഇതുണ്ടാവില്ല, കീറാൻ നിൽക്കല്ലേ. ഈ പൊതിയൊക്കെ ഉണ്ടല്ലോ ഇവർക്ക് പേപ്പർ മാതിരി ചിലപ്പോൾ അങ്ങോട്ട് കീറൂല്. മറ്റേ വേറൊരു പൊതി ഉണ്ടല്ലോ, എന്താ പറയുക, പ്ലാസ്റ്റിക്കിൻ്റെ മാതിരി ഇതാകണേ, അത് പിന്നെയും കുറച്ചൊരു ഒന്ന് നിർത്തൂട്ടോ ഓല്. ഞാൻ ബുക്ക് പൊതിയുമ്പോഴുണ്ടല്ലോ ഈ നോട്ട് ബുക്കുകളൊക്കെ അല്ലേ, അതൊക്കെ പൊതിയുമ്പോൾ എന്താണെന്ന് കാട്ടുക, ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു കറക്റ്റ് അതിന് എന്താ പൊതിയാനുള്ള 4 സൈഡ് മാത്രം നോക്കിയിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കും കേട്ടോ. ഞാൻ പൊതി ലാഭിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ് കേട്ടോ. ഇങ്ങനെ ഈ കാര്യം എല്ലാവരും ചെയ്യുക. എന്നിട്ട് അതിനെ ഞാൻ 2 മടക്കാക്കിയിട്ട് മുറിച്ചെടുക്കും. അതിപ്പോൾ ഒന്നായിട്ട് ഇതാക്കുമ്പോൾ 4 സൈഡ് ഒരുപാട് ഉള്ളിലേക്ക് മടക്കാനും വെറുതെ പൊതി വേസ്റ്റ് ആകാനൊക്കെ ഉണ്ടല്ലോ. ചെറിയ നോട്ട്ബുക്ക് ആകുമ്പോഴൊക്കെ നടക്കും കേട്ടോ ഈ പരിപാടി. എന്നിട്ട് പിന്നെ അതിന് ഞാൻ 2 ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കും. എന്നിട്ടത് 2 നോട്ട്ബുക്കിൽ പൊതിയാനാക്കും. അപ്പം ഇതാ ഇത്ര മതി, ആവശ്യത്തിന് ഒരിത്തിരി 4 ഭാഗം കവർ ചെയ്ത് നിൽക്കാൻ മാത്രം മതിയല്ലോ. പിന്നെ നമ്മൾ സ്റ്റാപ്ലെയറിന് പിന്നെ കൊട്ടിച്ചൂലേ, അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ. അറിയണവർക്ക് വലിയ ഇതൊന്നും ഉണ്ടാവില്ല, അറിയാത്തവർക്കൊരു ടിപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ. ഇങ്ങനത്തെ പൊതിയാകുമ്പോൾ പൊതിയാൻ കുറച്ച് സുഖമാണ് കേട്ടോ. പക്ഷെ ഇത് കൊണ്ടടക്കുകയാണെങ്കിൽ ഈ പൊതി കുറേ കാലം നിൽക്കും. അപ്പം അതിങ്ങനെ പറയണി ഞാൻ മക്കളെടുത്ത്, ഇത് കൊണ്ടടക്കണം. മറ്റേ പൊതി ഉണ്ടല്ലോ, മറ്റേ പ്രിന്റുകളൊക്കെ തന്നെ എന്താ പേര് പറയാ എനിക്കറിഞ്ഞൂല, ആ ഒരു പൊതിയാകുമ്പോൾ പിന്നെ കുറച്ചും കൂടിയൊക്കെ കാലം നിൽക്കുമല്ലോ. പിന്നെ ഇപ്രാവശ്യം ഇവൾക്ക് നെയിം സ്ലിപ്പ് ഒന്നും വേറെ വാങ്ങേണ്ടിയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കസ്റ്റമൈസ് ചെയ്ത നെയിം സ്ലിപ്പ് നമുക്ക് ആ ഒരു ഷോപ്പിൽ നിന്ന് അയച്ചെന്നില്ലേ, ആ നെയിം സ്ലിപ്പ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് 2 ആളെ നോട്ട്ബുക്കും നെയിം സ്ലിപ്പ് പൊട്ടിച്ചിട്ടുണ്ടായിനി കേട്ടോ.
അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളെ മക്കളുടെയൊക്കെ കസ്റ്റമൈസ് ചെയ്തെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ആ ഒരു ഷോപ്പിൻ്റെ നമ്പർ കൊടുക്കാം കേട്ടോ. 99 രൂപക്ക് നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് ഡെലിവറി ചെയ്ത് തരും. ഓല് പേരും സ്കൂളിൻ്റെ പേരും ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലാസ്സും നമ്പറും ഒക്കെ അതിൽ തന്നെ സെറ്റാക്കി തരുമല്ലോ. ഞാൻ പേരും പിന്നെ സ്കൂളിൻ്റെ പേരൊക്കെ ഇതാക്കി വെച്ചിട്ടുള്ളത് ഇനി കേട്ടോ. അപ്പോൾ നിങ്ങളെ കുട്ടികൾക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓലായിട്ട് കോണ്ടാക്ട് ചെയ്ത് വേഗം സെറ്റാക്കിക്കോളി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കുഞ്ഞു വീഡിയോയിനും പിന്നെ നമ്മളെ ചാനലൊക്കെ വെക്കുന്ന വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇൻഷാ അല്ലാ ഉടനെ വരാം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് എഴുതുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.